മലയാളം ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്നാണ് വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ. ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ സംഭവ സ്ഥലത്ത് ആദ്യമായി എത്തുന്ന ആള് ചെയ്യേണ്ട കർത്തവ്യങ്ങളെയാണ് പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപകടത്തിൽപ്പെട്ട ആളെ ഡോക്ടറെ അടുത്തോ ആശുപത്രിയിലോ എത്തിക്കുന്ന ഇടവേളയിലാണ് സാധാരണ ഫസ്റ്റ് എയ്ഡ് ചെയ്തു. ഫസ്റ്റ് എയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേക ബിരുദങ്ങളോ മറ്റോ ആവശ്യമില്ല. അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ തൊട്ടടുത്തുള്ള ആളുകളാണ് ഫസ്റ്റ് എയ്ഡ് നൽകുന്നത്. ഒരാളുടെ ആരോഗ്യനില അപകടത്തിലാവുന്ന ഏത് ഘട്ടത്തിലും ഫസ്റ്റ് എയ്ഡ് ചെയ്യാം. റോഡ് അപകടം, ആത്മഹത്യാ ശ്രമം, മറ്റെന്തെങ്കിലും അസുഖം, അഗ്നിബാധ, ഇങ്ങനെയുള്ള ഏത് ഘട്ടത്തിലും നമുക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരാം. പ്രഥമ ശുശ്രൂഷയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നത് 11-ാം നൂറ്റാണ്ടിലെയാണ്. നൈറ്റ്സ് ഹോസ്പിറ്റലാർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗം സൈനികർ ചെയ്തിരുന്ന ജോലികളാണ്. മറ്റു പട്ടാളക്കാരെയും യാത്രക്കാരെയും അപകടവേളയിൽ പ്രഥമ ശുശ്രൂഷ നൽകുകയായിരുന്നു ഇവരുടെ ജോലി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലായാലും സ്ഥാപനത്തിലായാലും നമ്മുടെ വാഹനത്തിലായാലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിതൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കി കാണിക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ല ഇത്. കടയിൽ നിന്ന് വാങ്ങുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസ് ഒന്നും ഉണ്ടാകില്ല. പേരിനൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന ഒരുപാട് ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ സ്വന്തമായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കാനുള്ള പ്രൊജക്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡി ആക്കണമെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇതൊരു വൈറ്റ് കാർട്ടന്റെ ബോക്സ് ആണ്. വൈറ്റ് കാർട്ടന്റെ ബോക്സിൽ നമ്മൾ ഈ സൈഡിലൊക്കെ റെഡ് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒരു ഭംഗിയാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ മുകളിൽ റെഡ് ക്രോസിന്റെ ഒരു ചിഹ്നം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബോക്സിന്റെ അകത്ത് നമ്മൾ പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. 3 കോളങ്ങളായിട്ട് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ നമ്മൾ റെഡ് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണേൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബോക്സുകൾ കിട്ടും. അതിൽ വേണേൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് റെഡിയാക്കാം. ഇങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെഡിയാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെഡിയാക്കാനുള്ള പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഏകദേശം ഇതേപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാർട്ടൺ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പൊ അടുത്തായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബോക്സിന്റെ അടപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇതെന്താണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഡ്രസ്സിംഗ് മെറ്റീരിയലിൽ നമ്മൾ കോട്ടൺ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗോസ്. ഈ ഗോസ് നമുക്ക് പല സൈസിൽ കിട്ടും, പല വലിപ്പത്തിലുള്ള ഗോസ് കിട്ടും. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ 1-2 സൈസിലുള്ള ഗോസ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ഞാനിപ്പോൾ വയ്ക്കുന്നുള്ളൂ. അടുത്തത് പേപ്പർ പ്ലാസ്റ്റർ. പേപ്പർ പ്ലാസ്റ്റർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തുണി കൊണ്ടുള്ള പ്ലാസ്റ്റർ നമുക്ക് ഉപയോഗിക്കാം. പേപ്പർ പ്ലാസ്റ്ററിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ പ്ലാസ്റ്റർ ഉപയോഗിക്കുന്നത്. അടുത്തത് 3-4 ബാൻഡേഡ്. അടുത്തത് ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ് ആണ്. ഇതിൽ പോവിഡിൻ ഐഡിൻ ഓയിൻമെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് മുറിവൊക്കെ പറ്റാൻ നേരത്ത് മുറിവ് ഡ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിൻമെന്റ് ആണ് പോവിഡിൻ ഐഡിൻ ഓയിൻമെന്റ് എന്ന് പറയുന്നത്. കൂടാതെ ബെർണോൾ ഉണ്ട്. തീപ്പൊള്ളലെ കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഓയിൻമെന്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഡ്രസ്സിംഗ് മെറ്റീരിയലിൽ മെയിൻ ആയിട്ട് ഇത്രയും സംഭവങ്ങളുള്ളൂ ഡ്രസ്സിംഗ് മെറ്റീരിയൽ ആയിട്ട്. ഇനി നമുക്ക് വേദന, ഉളുക്കോ ചതവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ നേരത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഓയിൻമെന്റ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിൽ നമ്മളൊരു അനാൽജസിക് ഓയിൻമെന്റ് ആണ്, വേദനയുടെ ഓയിൻമെന്റ് ആണ്. ഇത് വൊളിനി എന്നുള്ള ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണിത്. കൂടാതെ നമ്മൾ വേദനയുടെ ഒരു സ്പ്രേ എടുത്തിട്ടുണ്ട്. നമുക്ക് സഡൻ റിലീഫിന് വേണ്ടിയിട്ട് ഈ സ്പ്രേ അടിച്ചാൽ മതിയാവും. അടുത്തതായിട്ടൊരു ക്രൈറ്റ് ബാൻഡേജ് ആണ്. ഇതും പല സൈസിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഉളുക്കോ അങ്ങനെ ചതവോ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് ചുറ്റാനായിട്ടുള്ള ഒരു ക്രൈറ്റ് ബാൻഡേജ് ആണ്. ഇത് ഇതുപോലെ ഇരിക്കും. ഇതിൽ 2 ക്ലിപ്പ് ഉണ്ടാവും. ഇതും പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത നമ്മൾ പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ് ആണ്. പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ് നമുക്ക് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കാം, പനിക്ക് ഉപയോഗിക്കാം. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കൂടുതൽ മെഡിസിൻസ് ഒന്നും നമ്മൾ വെക്കാറില്ല. മെഡിസിൻസ് എല്ലാം നമുക്ക് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വയ്ക്കാവുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് പാരസെറ്റാമോൾ മാത്രമാണ്. പാരസെറ്റാമോളിന്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക്
ഒരു ദിവസത്തിൽ 4 നേരം കഴിക്കാം, അതായത് 6 മണിക്കൂർ ഇടവിട്ട് കഴിക്കാം. ഇതിന്റെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 4 ഗ്രാം പെർ ഡേ ആണ്. അതായത് 4 ഗ്രാമിൽ കൂടുതൽ ഒരിക്കലും പാരസെറ്റാമോൾ ഗുളിക കഴിക്കരുത്. അതായത് 1000 മില്ലിഗ്രാമിന്റെ 4 നേരം വെച്ചിട്ട് മാക്സിമം 4 ഗ്രാം. അത്രയൊന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് 500 mg ആണ്. 500 mg നമുക്ക് മാക്സിമം 4 നേരം കഴിച്ചാൽ മതിയാവും നമ്മുടെ വേദനയും പനിയും മാറാനായിട്ട്. അതുപോലെ പാരസെറ്റാമോളിന്റെ സിറപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പനി എന്തെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് ഡോക്ടറെ അടുത്ത് എത്തണ വരെ നമുക്ക് തൽക്കാലത്തേക്ക് പാരസെറ്റാമോളിന്റെ സിറപ്പ് കൊടുക്കാവുന്നുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ പാരസെറ്റാമോളിന്റെ സിറപ്പ് കൊടുക്കേണ്ടത് 15 മില്ലിഗ്രാം, അതായത് 15 മില്ലിഗ്രാം പെർ kg. അതായത് 1 കിലോയ്ക്ക് 15 മില്ലിഗ്രാം എന്നുള്ള കണക്കിലാണ് നമ്മൾ ഒരു ഡോസിൽ കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് 4 നേരം, അതായത് 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ORSന്റെ പാക്കറ്റ് ആണ്. ORSന്റെ പാക്കറ്റ് നമുക്ക് 1, 2, 3 എത്ര വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഡയറിയോ ഉണ്ടായി ഡീഹൈഡ്രേഷൻ ആകുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് എത്തുന്നത് വരെ നമുക്ക് ഈ ഒരു ORS ലായനി നമുക്ക് കലക്കി കുടിക്കാം. ഇതെന്ന് പറയുന്നത് 20.5 ഗ്രാം പൗഡർ ഉണ്ട്. ഇത് മിക്സ് ചെയ്യേണ്ടത് 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇടവിട്ട് കുടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ തന്നെ ചെറിയ സാഷറ്റ് വരുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസിന്റെ 200 ml സാഷറ്റ് വരുന്നുണ്ട്. അതായാലും മതി. നമുക്ക് 1 ലിറ്ററിന്റെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ 200 ml ചെറിയ സാഷറ്റ് മേടിച്ച് വെക്കാം. അടുത്തത് തെർമോമീറ്റർ ആണ്. പനി നോക്കാനുള്ള ഡിജിറ്റൽ തെർമോമീറ്റർ. ഇത് ഡിജിറ്റൽ വരുന്നുണ്ട്, മെർക്കുറി ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. നോക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും വയ്ക്കാം. അടുത്തൊരു മെഡിസിൻ എന്ന് പറയുന്നത് ആന്റാസിഡ് ടാബ്ലറ്റ് ആണ്. നമുക്ക് നെഞ്ചരിച്ചിലോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ആന്റാസിഡ് ടാബ്ലറ്റ് തൽക്കാലത്തേക്ക് കഴിക്കാം. നമ്മൾ ഗ്യാസിന്റെ ഗുളികകളൊക്കെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പലതരത്തിലുള്ള ഗുളികകൾ കിട്ടുമെങ്കിലും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾ അതൊന്നും വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഏതൊരു അസുഖവും, നമുക്ക് ഉണ്ടാവുന്ന നെഞ്ചരിച്ചിലായാലും ഗ്യാസ് ആയാലും അത് എല്ലാം നമുക്ക് ഗ്യാസിന്റെ ആവണമെന്നില്ല. ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളായിട്ട് അതുപോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് ഒരു മെഡിസിൻ ഗ്യാസിന്റെ ടാബ്ലറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് ഈ ഒരു ആന്റാസിഡ് ടാബ്ലറ്റ് മാത്രം വെച്ചാൽ മതി. ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണമായിരിക്കും നല്ലത്. ഇനി അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് കലാമിൻ ലോഷൻ ആണ്. കലാമിൻ ലോഷന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സ്കിന്നിൽ ഒരു അലർജി വന്നു, എന്തെങ്കിലും ഒരു ചൊറിയൻ കുഴി കയറി, അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്കിന്ന് മൊത്തം തടിച്ചു പൊങ്ങി അലർജി വരികയാണെങ്കിൽ നമുക്ക് ഈ കലാമിൻ ലോഷൻ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അടുത്ത് നമ്മൾ ഒരു പാക്കറ്റ് ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. അടുത്ത് ഡെറ്റോൾ ആണ്. ഡെറ്റോൾ ഞാൻ ഡ്രസ്സിംഗ് മെറ്റീരിയൽ വെച്ചപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. ഡെറ്റോൾ അല്ലെങ്കിൽ സ്പിരിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ഡെറ്റോളിന്റെ സോപ്പാണ് വെച്ചേക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും സോപ്പ് വെച്ചാലും മതി. അടുത്തൊരു സിസറാണ്. നമുക്ക് ഡ്രസ്സിങ് ക്ലോത്ത് കട്ട് ചെയ്യണമെങ്കിൽ സിസർ അത്യാവശ്യമാണ്. നമ്മൾ ഈ സിസർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ക്യാപ്പിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ തള്ളി വെച്ചാൽ മതി സിസർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനുള്ള അത്യാവശ്യ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.